ഹായ് ഫ്രണ്ട്സ്, കലണ്ടറിൽ അടുത്തൊരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 1990 സമാനമായ കലണ്ടർ ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം റൂൾ എന്ന് പറയുന്നത് ഇതാണ്: എന്താണ്, ആവർത്തിക്കുന്ന വർഷം കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനെ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ വർഷത്തിൻ്റെ കൂടെ 28 കൂട്ടുക. റിമൈൻഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ വർഷത്തിൻ്റെ കൂടെ 6 കൂട്ടുക. റിമൈൻഡർ 2 3 ആണ് കിട്ടുന്നതെങ്കിൽ വർഷത്തിൻ്റെ കൂടെ 11 കൂട്ടുക. റിമൈൻഡർ ഒന്ന് ശിഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എത്രയാണ് വരുന്നതെന്ന്. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 1990 ആണ്. അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു ഡിജിറ്റ് എടുക്കാൻ പറ്റില്ല, അപ്പോൾ 2 ഡിജിറ്റ് ചേർത്തെടുക്കും. അപ്പോൾ 19 എന്ന് വരും അല്ലേ. 4ന്റെ ടേബിളിൽ എത്ര ടൈംസ് വരെ പോകും? 4 ടൈംസ് 19 എത്ര കിട്ടും? 16 എന്ന് വരും. മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 19 - 16 എത്രയാണ്? 3 എന്ന് കിട്ടും. ഇനി അടുത്ത ഡിജിറ്റ് താഴോട്ട് കൊണ്ടുവരിക, 39 ആവും. 4 കാട്ടി വലുതാണ് 39. എത്ര ടൈംസ് വരെ പോകും നോക്കുക. 9 ടൈംസ് 36 എന്ന് കിട്ടും. മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 3 എന്ന് വരും അല്ലേ. ഇനി അടുത്ത ഡിജിറ്റ് താഴോട്ട് കൊണ്ടുവരിക, 0 എന്ന് വരും. 4ൽ എത്ര ടൈംസ് ആണ്? 7 ടൈംസ് ആണ്. 28 വരും. റിമൈൻഡർ എത്രയാണ് വരുന്നത്? 30 - 28, റിമൈൻഡർ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ റിമൈൻഡർ 2 ആണ് വരുന്നതെങ്കിൽ വർഷത്തിൻ്റെ കൂടെ എത്രയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നോക്കിക്കേ. റിമൈൻഡർ 2ഓ 3ഓ ആണ് വരുന്നതെങ്കിൽ വർഷത്തിൻ്റെ കൂടെ 11 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിക്കേ. ഇവിടെ 1990 ആണ്. അതിൻ്റെ കൂടെ 11 കൂട്ടുക. 11 കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ 2001. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്